നമസ്കാരം, MA ട്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിത. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നടത്തിയിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 1 ആണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മുടെ SLC എക്സാമുകളുടെ ഡേറ്റുകളൊക്കെ മാറ്റി വെച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ വന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 29 വരെയാണ് എക്സാമുകളുള്ളത്. ഒത്തിരി കുട്ടികൾ വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. നമ്മുടെ എക്സാമുകളുടെ ഡേറ്റ് മാറ്റിയെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞിരുന്നു, ബുദ്ധിമുട്ടാണ്, മാറ്റി വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ പഠിക്കാനുള്ള ഫ്ലോ പോയി. മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് നല്ല മാർക്കുകൾ, ഇപ്രാവശ്യം പ്രതീക്ഷിക്കാതെ ഒരുപാട് പേർക്ക് A+ കിട്ടിയിട്ടുണ്ട്. സോ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല ടീച്ചറെ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കണോ, ഇനി ഏപ്രിലല്ലേ, നോമ്പല്ലേ, അങ്ങനെ ഒത്തിരി എക്സ്ക്യൂസസ്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ ഈ എക്സ്ക്യൂസുകൾ പറയുന്നത് കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നമ്മൾ നമ്മുടെ മനസാക്ഷിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാനില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയോ കുറച്ചും കൂടെ ഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനുണ്ടായിരുന്നെന്നും അത് പഠിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയെന്ന് മാത്രം ഇതിനെ വിചാരിക്കുക. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഫേക്ക് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടു. ഫോക്കസ് ഏരിയ മാറ്റുമോ, ഫോക്കസ് ഏരിയ ഉണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെ അല്ലേ. ഫോക്കസ് ഏരിയ മാറ്റി ഇനി മുഴുവൻ ഭാഗം പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബേസിൽ തന്നെയാണ് നിങ്ങളുടെ മോഡൽ എക്സാമുകൾ നടന്നിരിക്കുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് നീട്ടി എന്നല്ലാതെ ക്ലാസ്സുകൾക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ശരിയല്ലേ? അതായത് ക്ലാസ്സുകൾ ആസ് യൂഷ്വൽ സാധാരണ നടക്കുന്നത് പോലെ ഇപ്പോൾ വീണ്ടും ക്ലാസ്സുകളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ പഴയ എല്ലാ ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാതെ പഠിച്ച് തീർക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കളയാതിരിക്കാം. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോക്കസ് ഏരിയനെ മുറുകെ പിടിച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ. അപ്പം കമ്പാരിറ്റീവ്ലി ലാംഗ്വേജുകൾക്കാണ് കുട്ടികൾക്ക് മാർക്ക് കുറയുന്നത്. ബാക്കി സബ്ജക്റ്റുകളൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ നിങ്ങളുടെ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു വിജയാശംസ നേരുകയാണ്. അപ്പോൾ നമ്മളിന്ന് മോഡൽ എക്സാം അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അടുത്ത 2 ഭാഗങ്ങൾ 46 മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് സർക്കിൾസ് ആൻഡ് ടാൻജൻസ് ആണ് കേട്ടോ. സർക്കിൾസ് വൃത്തങ്ങളും തൊടുവരകളും 2ാമത്തെയും 7ാമത്തെയും ചാപ്റ്റേഴ്സിലാണ് 46 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വരയ്ക്കാനുള്ളതാണ്. വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് പോയി കാണുക കേട്ടോ, അറിയാത്തവർ. അപ്പം വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് വരച്ച് പഠിക്കണം. കാരണം ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ അതുകൊണ്ട് നന്നായിട്ട് അത് വരച്ച് പഠിക്കുക. അത് വളരെ സിമ്പിളാണ്, വേറെ ഒന്നും അതിനകത്ത് ആലോചിക്കാനും കാര്യങ്ങളൊന്നുമില്ല. സോ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ. സർക്കിൾസും ടാൻജൻസും പഠിക്കുന്ന സമയത്ത് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കണം. അതറിഞ്ഞാൽ മാത്രമേ ആ ചാപ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസ്സുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. വളരെ എളുപ്പമായിരുന്നു. ഒരിക്കലും സർക്കിൾസിൽ നിന്നും ടാൻജൻസിന് ഇത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ആദ്യം സർക്കിൾസിൻ്റെ ചാപ്റ്റർ വൃത്തങ്ങളാണ് ഞാൻ പറയണത്. നമ്മുടെ കയ്യിലൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ ഒരു മിഡ് പോയിൻ്റ് ഉണ്ടാവും. മിഡ് പോയിൻ്റ് അല്ല, സെൻറ്റർ, കേന്ദ്രം ഉണ്ടായിരിക്കും. കേന്ദ്രം O ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന AB എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. സ്വാഭാവികമായിട്ടും ഈ Aയിൽ നിന്നും Bനെയും കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, എനിക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർത്ഥവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി. അപ്പോൾ ഇത് എങ്ങനെ വരച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഡയമീറ്റേഴ്സിൻ്റെ 2 അറ്റം, അതായത് വ്യാസങ്ങളുടെ 2 അറ്റം, ഇതും 90ആണ്. ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇതും 90ആണ്. ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ ഇതും 90ആണ്. ഓക്കെ, എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യാസം അല്ലെ, ഇത് ഡയമീറ്ററാണ്. അതിൻ്റെ 2 അറ്റങ്ങളും ഈ സർക്കിളിൽ ഏതെങ്കിലും പോയിന്റുമായിട്ട് ജോയിൻ ചെയ്താൽ 90 ആണ്. ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതും 90 ആണ്. ഓക്കെ, ഇതും 90 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സർക്കിൾ ഉണ്ട്. നമുക്കൊരു ഡയമീറ്റർ ഉണ്ട്, AB, സെൻറ്റർ O ആണ്. ഞാൻ ഇവിടെ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടും, X എന്ന് വിചാരിക്കുക. ഈ X എന്ന് പറയുന്നത് എന്തായിരിക്കും, 90യേക്കാൾ കൂടുതലാണ്, 90നേക്കാൾ കൂടുതലാണ്. അതായത് ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ, ബൃഹത് കോണാണെന്ന് പറയാം. ഓക്കെ, ഇവിടെ വരച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതും എത്ര തന്നെ, ഇപ്പോൾ ഇതൊരു Y ആണെന്ന് വിചാരിക്കുക. Y എത്രയായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി അതുപോലെ നമ്മൾ അതിലൊരു സർക്കിൾ വരച്ചു. നമ്മൾ AB എന്ന് പറയുന്ന ഡയമീറ്റർ വ്യാസം വരച്ചു, സെൻറ്റർ O വരച്ചു. ഞാൻ ഈ 2 അറ്റങ്ങളും പുറത്തേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്കൊരു Z എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടുക. Z < 90 ആയിരിക്കും, 90നേക്കാളും കുറവായിരിക്കും. ഓക്കെ,
ഇങ്ങനെ വരച്ചാലും 90-നേക്കാളും കുറവായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പി എന്ന് എടുത്താൽ പി <90. നമുക്കറിയാം ഒരു സർക്കിളിലെ ഡയമീറ്ററിൽ നിന്നും ആ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഏത് ആംഗിളും 90 ഡിഗ്രി, അർത്ഥവൃത്തത്തിലേക്കാണ് 90. എപ്പോഴും ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാറുണ്ട്. പുറമേക്കാണെങ്കിൽ വരയ്ക്കുന്നതെങ്കിൽ അത് 90-നേക്കാളും കുറവും, ഉള്ളിലാണെങ്കിൽ 90-നേക്കാൾ കൂടുതലുമായിരിക്കും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു കോൺസെപ്റ്റ്. ഒരു സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട്. സർക്കിളിന് ഞാനിപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സ് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 2 ആർക്കുകളുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ ആർക്ക് എന്ന് പറയുന്നു, അതായത് ചാപം. ഈ വലുതുണ്ടല്ലോ ഈ ഭാഗം, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓൾട്ടർനേറ്റ് ആർക്ക്. എന്താ വിളിക്കുക? ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ മറുചാപം എന്ന് പറയും. ഇത് ചാപമാണ്, ഇത് മറുചാപവുമാണ്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2-3 ആംഗിൾസ് വരയ്ക്കാം. ഒന്നാണ് എടുത്തെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഒരു ആംഗിൾ വരച്ചു എന്ന് വിചാരിക്കാം. ഇത് എക്സ് ആണെന്ന് വിചാരിക്കാം. എത്രയാണ്? എക്സ് ഡിഗ്രി. ഇതെന്താണ്? എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ ചാപത്തിൻ്റെ കേന്ദ്രകോൺ. ഇതിനെന്താ വിളിക്കുക? സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കേന്ദ്രകോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ എയും ബിയും ഞാൻ ഇങ്ങോട്ടേക്ക് എനിക്ക് ജോയിൻ ചെയ്യാമല്ലോ. ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ കിട്ടും, ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുമ്പോഴും എനിക്കൊരു ആംഗിൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഈ എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സ് എടുത്താൽ എനിക്ക് 3 ആംഗിൾസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. ഒന്ന് അതിനെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുക, കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ. പിന്നെ അതിനെ ആ ആർക്കിലെ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇതിനൊരു ഡി എന്ന് പേര് കൊടുക്കുന്നു, ഇതിനൊരു ഇ എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ, എ ഡി ബി എന്ന് പറയുന്ന ചാപത്തിലെ ആംഗിളാണ്. എ ഇ ബി എന്ന് പറയുന്നത് അതിൻ്റെ മറുചാപം, ഓൾട്ടർനേറ്റ് ആർക്കിലാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് വരും? ഇതിൻ്റെ പകുതി, x/2. ഓക്കെ, മനസ്സിലാക്കുക. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ പുറകിൽ അതിൻ്റെ മറുചാപത്തിൽ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എത്രയാണ്? x/2. ഇത് x/2 ആണെങ്കിൽ ഇത് 180 - x/2. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളൊരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ നമുക്കൊരു ഫിഗർ ഉണ്ട്, ഇവിടെ ജോയിൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 100 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോളൂ. ഇത് 100 ഡിഗ്രി. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ഇതിൻ്റെ പകുതി, 100ൻ്റെ പകുതി എത്രയാണ്? 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരും? 150 - 50 എത്രയാത്? 130 ഡിഗ്രി. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സെൻട്രൽ ആംഗിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക്, മറുചാപത്തിലെ കോൺ അതിൻ്റെ പകുതി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആർക്കിൽ നമുക്ക് അറിയാമെങ്കിൽ ആർക്കിലെ അല്ലെങ്കിൽ ചാപത്തിലെ കോൺ എന്ന് പറയുന്നത് 180 - ആ ആംഗിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റൊരു സർക്കിളുണ്ട്. ഓക്കെ, സർക്കിളിൽ 4 പോയിന്റ്സ് കേട്ടോ, ഇഷ്ടമുള്ള 4 പോയിന്റ്സ്, ഇഷ്ടമുള്ള 4 പോയിന്റ്സ്. ഇപ്പം ഞാൻ അതിന് പി ക്യു ആർ എസ് എന്ന് പേര് കൊടുക്കുന്നു വിചാരിക്കാം. പി ക്യൂവും എസും പ്ലസ് ചെയ്ത് എത്ര കിട്ടണം? 180. ആംഗിൾ ക്യൂവും ആംഗിൾ എസും 180 കിട്ടണം. അതുപോലെ ആംഗിൾ പിയും ആംഗിൾ ആറും പ്ലസ് ചെയ്താൽ 180 കിട്ടണം. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു സർക്കിൾ, ഒരു വൃത്തത്തിൽ 4 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ 4 പോയിന്റുകളെയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ചതുർഭുജത്തിൻ്റെ പേരാണ് ചക്രീയ ചതുർഭുജം. എന്താണ്? ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നതിനെ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന് പറയും മലയാളത്തിൽ. ചക്രീയ ചതുർഭുജം. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എതിർകോണുകളുടെ തുക 180 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? ഇനി അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്, ഒരു സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു സർക്കിളിൽ നമുക്ക് പല രീതിയിൽ കോഡ്സ് വരയ്ക്കാം അല്ലേ. ഞാൻ എന്താ ഇങ്ങനെ ഒരു സെൻറ്റർ കിടക്കണം കേട്ടോ. ഇങ്ങനെ 2 കോഡ് വരച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ പി എന്ന് വിളിക്കുന്നു. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി എ ഇൻറ്റു പി ബി, ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഓർത്ത് വയ്ക്കുക, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അടുത്തൊരു ഫിഗർ നോക്കുക. ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചത്? ഈ കോഡ്സ് നമ്മൾ നീട്ടി വരച്ചു. കോഡ്സ് എന്ന് പറഞ്ഞാൽ ഞാണുകൾ നീട്ടി വരച്ചു, പുറത്തെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് എപ്പോഴും പി എന്ന് പേര് കൊടുക്കുക കേട്ടോ. പി ഫുൾ ലെങ്ത്, അതായത് പി എ മുഴുവനായിട്ടുള്ള നീളം ഇൻറ്റു ഈ പുറത്തുള്ള ഭാഗം, പി ബി ഈക്വൽ ടു ഈ മുഴുവൻ നീളം, അതായത് പി സി ഇൻറ്റു ഈ പുറത്തുള്ള ഭാഗം, പി ഡി. ഇതും സെയിം ആണ് കേട്ടോ. ഈ കോൺസെപ്റ്റ് രണ്ടും പറയുന്ന ഒരുപോലെ ആണെങ്കിലും ഇതിൽ എഴുതുന്ന ഭാഗങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഈ കട്ട് ചെയ്ത നീളം പി എ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള ഭാഗം, പി ബി എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ളത്, പി സി പുറമേക്ക് ഇങ്ങോട്ടേക്കുള്ളത്, പി ഡി ഇങ്ങോട്ടേക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പി എ എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക, ആ ലൈനിൻ്റെ മുഴുവൻ നീളമാണ് കേട്ടോ, ആകെ നീളമാണ് പി എ. അതിൽ പുറത്തേക്കുള്ള ഭാഗം മാത്രമാണ് പി ബി. സോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി ഇത് തന്നെ ബേസ് ചെയ്ത് വേറൊരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒന്നിതിൻ്റെ ഡയമീറ്റർ ആണ് വിചാരിക്കുക. ഓക്കെ, എയും ബിയും. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോഡ് വരയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് പി എന്ന് പേര് കൊടുക്കാം. ഇത് സിയും
ഇത് ഡി. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി തന്നെയാണ് അല്ലേ. പി എ ഇൻറ്റു പി ബി ഇതാ ഇതുപോലെ തന്നെയല്ലേ ഇതും. ഇത് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പി സിയും പി ഡിയും സെയിം അല്ലേ. കാരണം ഇതെന്താ ഡയമീറ്റർ ആണ്, വ്യാസമായതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് പി സിയുടെ നീളവും പി ഡിയുടെ നീളവും തുല്യമായിരിക്കും. ഇവിടെ പക്ഷേ ഒരിക്കലും അങ്ങനെ ആവണം നിർബന്ധമില്ല. സോ നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ഇത് രണ്ടും പി സി തന്നെയല്ലേ, രണ്ടും സെയിം ആണ്. സോ പി സി സ്ക്വയർ എന്ന് എഴുതാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ ഈ 3 കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ചാൽ ഇത് വെച്ചിട്ട് ഈ പ്രാവശ്യം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എക്സാമ്പിളുകൾ പിന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടാൻജൻസിലേക്ക് കടക്കാം, തൊടുവരകൾ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കിളിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈനെ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം തൊടുന്ന വരയെ വിളിക്കുന്ന പേരാണ് തൊടുവര അല്ലെങ്കിൽ ടാൻജൻ. നമുക്കൊരു സർക്കിൾ ആയതുകൊണ്ട് അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും അല്ലേ. നമ്മളിതാ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചു, ഈ ടാൻജൻറ്റുമായിട്ട് ഇത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. അപ്പോൾ നോക്കുക, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ പി എന്നും ഈ പോയിന്റിനെ എ എന്നും ഈ പോയിന്റിനെ ബി എന്നും എടുക്കുകയാണെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ ആകെ ഒരു പുറത്തുള്ള സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് 2 തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. 2 ടാൻജൻസ് ഏതൊക്കെയാണ്, പി എയും പി ബിയും. ആ പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും. ടാൻജൻസ് ആർ സെയിം ഇൻ ലെങ്ത് അല്ലേ, അവരുടെ നീളം തുല്യമായിരിക്കും. പി എയും പി ബിയും തുല്യം, അതാദ്യം തന്നെ ഓർത്ത് വയ്ക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ റേഡിയസ് വരയ്ക്കുമല്ലോ, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ടാൻജൻറ്റിലേക്ക് വരയ്ക്കുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ പി എ ഒ ഈക്വൽ ടു ആംഗിൾ പി ബി ഒ. അപ്പോൾ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 90 ആയിട്ട് വേണം വരയ്ക്കാൻ. ചുമ്മാ അങ്ങ് വരച്ച് വയ്ക്കരുത്. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലൈൻ വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് വരയ്ക്കുന്നത് എത്രയായിരിക്കണം, 90 ആയിരിക്കണം. ടാൻജൻറ്റും റേഡിയസും തൊടുവരയും ആരവും തമ്മിലുണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് രണ്ടും തുല്യമാണ്, ഇത് രണ്ടും തുല്യമാണ്. ഓക്കെ, പിന്നെ എ ഒ ബി പി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്റർ ഉണ്ടല്ലോ, ചതുർഭുജം ഉണ്ടല്ലോ, ഇത് സൈക്ലിക് ആണ്, ചക്രീയ ചതുർഭുജമാണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആയിരിക്കും. ഇത് തമ്മിൽ പ്ലസ് ചെയ്താൽ 180 കിട്ടണം. ഇത് രണ്ടും ഓൾറെഡി 90 ആണ്. പിന്നെ ഇതിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു 80 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും, 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 50 വരും പകുതി, ഇത് 50 വരും. ഓക്കെ, ഇത് 90 ആയിരിക്കും, 40 വരും. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്, ചക്രീയ ചതുർഭുജമാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. പിന്നെ ഈ 2 ആംഗിൾസ് ഓൾറെഡി 90 വെച്ചാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ടായിരിക്കും കേട്ടോ. അടുത്തത് നോക്കിയേ, ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഒരു വൃത്തം വരച്ചിട്ടുണ്ട് അല്ലേ. വൃത്തത്തിൻ്റെ ഈ 3 പോയിന്റിൽ ഞാൻ എന്ത് വരച്ചിട്ടുണ്ട്, ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ഇതിനുള്ളിലൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അത് നമുക്കറിയുന്ന കോൺസെപ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ് ആണെന്ന് അറിയാമെന്ന് വിചാരിക്കാം, ഇത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോഡ് ഏതാണ്, ഞാൻ ഏതാണ്, ഇതല്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടാൻജൻസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ 2 ആംഗിൾസ് എത്രയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾക്ക് വൈ ആണെന്ന് വിചാരിക്കുക, ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് കോഡ്. സോ ഇത് രണ്ടും എന്തായിരിക്കും, ഇത് രണ്ടും വൈ ആയിരിക്കും. ഇനി ഇസഡ് ആണ് ഇതെങ്കിൽ ഇത് ഇസഡ് ആയിരിക്കും, ഇതും ഇസഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചൂടെ. ഈ ആംഗിൾ എന്ത് കിട്ടും, ഇത് 3 പ്ലസ് ചെയ്താൽ 180. അപ്പോൾ ഇതെന്ത് കിട്ടും, 180 മൈനസ് 2y. ഇതെന്ത് വരും, ഇത് 2 പ്ലസ് ചെയ്താൽ 2x. അപ്പോൾ ഇത് ടോട്ടൽ 180 ആവണം. സോ 180 മൈനസ്, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, ഈ ത്രികോണം എടുത്താൽ എക്സ് പ്ലസ് എക്സ്, പിന്നെ ഈ അറിയാത്ത ഈ ആംഗിളും കൂടെ ചേർത്താൽ 180 കിട്ടണം. ഇത് 2x ആണ്, ഇതും ഈ അറിയാത്ത ആംഗിളും ചേർത്താൽ 180 കിട്ടണം. സോ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 2x ചെയ്താൽ മതി. സോ അതുപോലെ ഇത് രണ്ടും ഇസഡ് പ്ലസ് ചെയ്യുമ്പോൾ 2z. സോ ഇത് 180 മൈനസ് 2z. ഓക്കെ ആയാ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ട്രയാങ്കിൾസിൽ പ്രോബ്ലംസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇൻസർക്കിൾ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്, ടാൻജൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ തൊടുവരകളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക, അത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റ് നോക്കുക. ഇത് ഈ പ്രാവശ്യം അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല, എന്നാലും ശ്രദ്ധിക്കുക. നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മളൊരു സർക്കിൾ വരച്ചു, ത്രികോണത്തിനുള്ളിൽ വൃത്തം വരച്ചാൽ ഇത് നമ്മൾ എന്ത് വിളിക്കും, ഇൻസർക്കിൾ അല്ലേ. ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് വിളിക്കും കേട്ടോ. ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം. ഇതിൻ്റെ റേഡിയസ് ആരം, ഇപ്പം നമുക്കറിയാമല്ലോ ഇതിന് റേഡിയസ് ആരമുണ്ട്. റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഏരിയനെ എസ് കൊണ്ട്, എ ബൈ എസ്. എ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഏരിയ, അതായത് പരപ്പളവ്. എസ് എന്ന് വെച്ചാൽ എന്താണ്, പെരിമീറ്ററിൻ്റെ പകുതി, പെരിമീറ്റർ ബൈ 2 ആണ് കേട്ടോ എസ് എന്ന് പറഞ്ഞത്. അതായത് ചുറ്റളവിൻ്റെ പകുതി, ചുറ്റളവിൻ്റെ പകുതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഏരിയ കാണാനുള്ള ഫോർമുല, എ ഈക്വൽ ടു പരപ്പളവ് കാണാൻ √(s) ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അവിടെ നിങ്ങൾ എസ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, ഈ 3 വശങ്ങളും പ്ലസ് ചെയ്യുക, ബൈ 2 ചെയ്യുക കേട്ടോ, എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ ചാപ്റ്റർ 2 നിങ്ങൾക്ക് കിട്ടും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം.
അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ 2 ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ ACB. അപ്പോൾ നമുക്കൊരു സർക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. സർക്കിളിൽ നമുക്ക് AB എന്ന് പറയുന്നൊരു ഡയമീറ്റർ, ഇത് വ്യാസമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം ഇത് സെൻറ്ററിൽ കൂടെ, കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ C തന്നിട്ടുണ്ടായിരുന്നു. ചോദ്യം ആംഗിൾ ACB എത്രയാണെന്നാണ്. വേഗം പറഞ്ഞേ. ഇത് സെമി സർക്കിളാണ് അല്ലേ. ആംഗിളിൻ്റെ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. ഓപ്ഷൻ അടക്കം തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു കൺഫ്യൂഷനും ഇല്ല, സുഖമായിട്ട് എഴുതാം, 1 മാർക്ക് കിട്ടും. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ABCD ആർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ വിത്ത് സെൻറ്റർ O. അപ്പോൾ നമുക്കൊരു ഫിഗർ വീണ്ടും തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. നമുക്കൊരു ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ABCD ഇതാണ് നമ്മുടെ ഫിഗർ. ഇവിടെ നമുക്കൊരു എന്താണ് സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് O ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC കണ്ടുപിടിക്കണം. പിന്നെ ആംഗിൾ ABC ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇത് 100 ആണെങ്കിൽ എത്ര വരും? 100/2 എത്ര കിട്ടും? 100/2 50 ഡിഗ്രി. ഓക്കെ, 50 ഡിഗ്രി എന്ന് കിട്ടി. കാരണം ഇത് ആംഗിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്കാണ്, മറുചാപത്തിലെ കോണാണ്. ഇനി ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓൾട്ടർനേറ്റ് ആർക്കും ആർക്കിലെ ആംഗിളും നമ്മൾ പ്ലസ് ചെയ്ത 180 കിട്ടും. നമ്മൾ പഠിച്ചു ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകളുടെ തുക 180 ആണ്. സോ 180 - 50 എത്ര കിട്ടും? 130 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ ആ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 3 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. അതിനകത്താണ് നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ, ത്രികോണത്തിൻ്റെ മൂലകളുള്ളത്. ഇഫ് 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ 56 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി, 50 ഡിഗ്രി 60 ഡിഗ്രിയാണ് കോണുകളുള്ളത്. ഡ്രോ ദ ട്രയാങ്കിൾ. നിങ്ങൾ വരച്ച് നോക്കണം കേട്ടോ, അത് വളരെ സിമ്പിൾ. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ സർക്കിളിൽ 2 കോർഡ്സ് ABയും പിന്നെ എന്താണ് CDയും. ഓക്കെ, ഇത് D, ഇത് C. ഇതിൻ്റെ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന പോയിന്റ് P ആണ്. ഇത് 9 ആണ്, ഇത് 12 ആണ് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. AB എന്ന് പറഞ്ഞാൽ 17, PA എന്ന് പറഞ്ഞാൽ 9, PD എന്ന് പറഞ്ഞാൽ 12. ഓക്കെ, നമ്മളിത് പഠിച്ചതാണ്. എന്താ ഫോർമുല? PA × PB = PC × PD. PA × PB = PC × PD. ഓക്കെ അല്ലേ? PA നമുക്ക് 9 ആണെന്നറിയാം, PB നമുക്ക് അറിയില്ല, പക്ഷെ AB 17 ആണെന്നറിയാം. ഇത് മുഴുവൻ 17 ആണ്. ഇത്രയും 9 ആണ്. ഇതെന്ത് വരും? 17 - 9 8 എന്ന് കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 9 × 8 = PC എത്രയാ? PC നമുക്ക് അറിയില്ല, PD 12 ആണെന്ന് അറിയാം. സോ 9 × 8 ഈ 12 കൊടുക്കുമ്പോൾ /12 ആവും PC എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? PCയുടെ നീളം ചോദിച്ചിട്ടുണ്ട്, PBയുടെ നീളം ചോദിച്ചിട്ടുണ്ട്. PBയുടെ നീളം നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് PB. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? PCയുടെ നീളം എന്താ ചെയ്താൽ മതി. ഇപ്പോൾ 9 3 3 പ്രാവശ്യം പോവും, 12 3 4 പ്രാവശ്യം പോവും, 4 8 2 പ്രാവശ്യം. PC എന്ത് കിട്ടും? PC = 3 × 2 അല്ലേ? എത്ര കിട്ടുക? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ PC 6ഉം PB 8 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ക്വാഡ്രിലാറ്ററിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്, വൃത്തമുണ്ട്, ചതുർഭുജത്തിനുള്ള ഒരു വൃത്തമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലെല്ലാം ഇത് മുട്ടുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? സോ ഇതെല്ലാം ടാൻജൻസ് ആണ്. PA, AQ, QB, RB, RC, SC, SD ഇതെല്ലാം ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകളാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ PAയുടെയും PDയും ഇത് രണ്ടും തുല്യമാണ്. PAയും PDയും ഒരേ പോയിന്റിൽ, P എന്ന് പറയുന്ന പുറത്തുള്ളൊരു പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന 2 ടാൻജൻസ് ആണ്. അപ്പോൾ രണ്ടിനും തുല്യ നീളമാണ്. PAയും PDയും തുല്യമാണ്. സോ ഇത് രണ്ടും 5 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും 5 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം PD കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ അത് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്തത് AQയും QBയും തുല്യ നീളമാണ്. സോ AQ = QB = നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. ഇത് രണ്ടും 4 ആണ്. അതുപോലെ തന്നെ RB = RC, ഇത് രണ്ടും തുല്യ നീളമാണ്. ഈ 2 വരകളും ടാൻജൻസ് തൊടുവരകളാണ്. സോ ഇത് രണ്ടിനും നീളം എത്ര തന്നെയാണ്? RC 3 അല്ലേ? സോ RBയും എന്ത് തന്നെ? 3 ആണ്. ഇത് രണ്ടും 3 ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് SD 2 തന്നിട്ടുണ്ട്. സോ ഇതും 2 ആണ്. ഇതും തുല്യമാണ്. ഓക്കെ, അപ്പോൾ SDയും SCയും 2 ആണ്. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പെരിമീറ്റർ ആണ് എന്ത് ചെയ്താൽ മതി? ഈ വശങ്ങളെല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി. അതായത് PQ, QR, RS, PS. അപ്പോൾ PQ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ 2 നീളങ്ങളുണ്ട്. എന്തൊക്കെ വരും? 5 + 4 + 4 + 3 അല്ലേ? +3 + 2 +2 + 5 2 + 5 ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക കേട്ടോ. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 28 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും.
19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഫിഗർ വരയ്ക്കാനുള്ളതാണ്, ടാൻജൻറ്റ് വരയ്ക്കാനുള്ളതാണ്. നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇതിൽ ഈ കോൺ 20 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ 20 ഡിഗ്രി. നമ്മളോട് ആംഗിൾ എ ചോദിച്ചിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ ഓഫ് ബി ക്യു ഡി ചോദിച്ചിട്ടുണ്ട്. ബി ക്യു ഡിയുടെ കേന്ദ്രകോൺ, ബി ക്യു ഡി എന്ന് പറഞ്ഞാൽ ഇതാണ്, ബി ക്യു ഡി ഇതിൻ്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് കേട്ടോ. ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി, എ പി സി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞതാ ഇതാണ്, എ പി സിയുടെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ആംഗിൾ എ കണ്ടുപിടിക്കണം. സോ നമ്മളോട് തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്, എ ബിയും സി ഡിയും പെർപെൻഡിക്കുലേഴ്സ് ആണെന്ന്. അതായത് എ ബി, അതായത് ഈ ലെങ്ത്തും അല്ലെങ്കിൽ ഈ കോഡ്, ഈ ഞാണും സി ഡി ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ ലംബമാണെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഇത് 20 ഡിഗ്രിയാണ്. സോ ഇത് എത്ര കിട്ടണം? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 20 + 90 അല്ലേ? അതായത് 180 മൈനസ് 110 അല്ലെങ്കിൽ 70 ഡിഗ്രി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓൾറെഡി 90 ആണ്. അപ്പോൾ ഇത് നമ്മൾ പ്ലസ് ചെയ്താൽ 90 കിട്ടിയാൽ മതി. സോ അങ്ങനെയും കണ്ടുപിടിക്കാം. 90 മൈനസ് 20 70. ഏത് ചെയ്താലും 70 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ, ആംഗിൾ എ. ഇനി അടുത്ത ചോദ്യം, സെൻട്രൽ ആംഗിൾ ഓഫ് ബി ക്യു ഡി. അപ്പോൾ ബി ക്യു ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും? അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ബി ക്യു ഡിയുടെ ആർക്ക് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ ഇത്? നോക്കൂ, ഇത് നമുക്ക് 70 കിട്ടിയതെങ്കിൽ ഇത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ആയിട്ട് വരും, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ, ഈ കേന്ദ്രകോണിൻ്റെ അല്ലെങ്കിൽ ഈ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മറുചാപത്തിലുണ്ടായിട്ടുള്ള കോണാണ് 70. സോ എന്ത് സംഭവിക്കും? 70ൻ്റെ ഇരട്ടിയായിരിക്കും ഇത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഒ ഡി കാണാൻ 70 × 2, അതായത് 140 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് എ പി സിയുടെ കാര്യം. എ പി സി, അതായത് എ പി സി എന്ന് പറയുന്നത് ഈ ആർക്കാണ്, ശരിയല്ലേ? ഇതാണ് എ പി സി എന്ന് പറയുന്ന ആർക്ക്. സോ നമുക്ക് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, ശരിയല്ലേ? ഇതാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് എ പി സി. എ പി സി എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിൽ ഉണ്ടാക്കുന്ന എന്തായാലും അത് നോക്കൂ, അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ അല്ലെങ്കിൽ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയതുകൊണ്ട് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? അതിൻ്റെ ഇരട്ടിയായിട്ട് വരും. സോ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഒ സി അല്ലേ, ഈക്വൽ ടു 20 × 2, അതായത് 40 ഡിഗ്രി, 40 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയോ? 27ാമത്തെ ക്വസ്റ്റൻ ഇതാണ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. പി ഡിസ്റ്റൻസിൽ 7 സെൻറ്റിമീറ്റർ ആകത്ത് ടാൻജൻസ് വരയ്ക്കുക, തൊടുവരകൾ വരയ്ക്കുക. വീണ്ടും വന്നിട്ടുണ്ട് ചോദ്യം. അതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് 33ാമത്തെ ക്വസ്റ്റൻ ആണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. 33ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് വീണ്ടും വരയ്ക്കാനുള്ളതാണ്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. അതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വരയ്ക്കാനുള്ളതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് പഠിച്ച മോഡൽ തന്നെയാണ്, കോൺസെപ്റ്റുകൾ, ആശയങ്ങൾ പഠിച്ചപ്പോൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. നമുക്കിതിൽ എല്ലാ കോണുകളൊന്നും കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇത് പറയണത് നോക്കണുണ്ട്, എല്ലാ കോണുകളൊന്നും കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് 70 ആണ്, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് സി ആണ് കേട്ടോ. അപ്പോൾ ത്രികോണം എ ബി സി, ട്രയാങ്കിൾ എ ബി സിയിലെ 3 കോണുകളും പ്ലസ് ചെയ്താൽ 180 കിട്ടും എന്നറിയാലോ. അപ്പോൾ ഇത് 70 ആണ്, ഇത് 60 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 180ൽ നിന്ന് ഈ 70 + 60 ചെയ്തതിന് ശേഷം കുറയ്ക്കുക. അപ്പോൾ 180 - 7 130 അല്ലേ? സോ 50 ഡിഗ്രി എന്ന് കിട്ടും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 3 കോണുകളും ഈ എ ബി സിയിലെ 3 എണ്ണം പ്ലസ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഈ പി ബിയും ബി ക്യൂവും തുല്യമാണ്. ഇത് രണ്ടും തുല്യമാണ്, പഠിച്ചതല്ലേ? ടാൻജൻസ്, തൊടുവരകളാണ്. സോ ഈ 2 കോണുകളും എന്തായിരിക്കും? ഒരേ അളവായിരിക്കും. അപ്പോൾ ഇത് 3 കൂടെ പ്ലസ് ചെയ്താൽ 180 കിട്ടണം. ഇതിൽ ഒരു കോൺ 60 ആണ്. അപ്പോൾ 180 - 60, അതായത് 120. അതായത് ഈ 2 കോണുകളും പ്ലസ് ചെയ്താൽ 120 കിട്ടുകയും വേണം. രണ്ടിൻ്റെയും കോണളവ് തുല്യമാവുകയും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 120/2 എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 2 കോണും എത്രയാണ്? 60 വീതം. ഓക്കെ, ഇനി അടുത്തത് ഇതിലേക്ക് വരിക. എ പി ആർ. എ പി ആറിൽ ഇത് 70 ആണെന്ന് അറിയാം. ഇതും കാണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 180 - 70, അതായത് 110 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 110. അപ്പോൾ ഓരോന്നും എത്ര വെച്ചാൽ? 110/2 55 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര കിട്ടി? 55 ഡിഗ്രി വീതം കിട്ടി. ഇനി അടുത്തതിലേക്ക് വരാം. ഇത് 50 ആണെങ്കിൽ ഈ 2 ആംഗിളും പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 180 - 50 എത്രയാണ്? 130 ഡിഗ്രി, ശരിയല്ലേ? അപ്പോൾ 130/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 65 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും എത്രയാ? 65 ഡിഗ്രി. ഓക്കെ, 65. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ബി പി ക്യു എവിടെ? ബി പി ക്യു എത്രയാണ്? 60 ഡിഗ്രി. കിട്ടിയില്ലേ? ഇനി പി ആർ ക്യു. ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും കണ്ടുപിടിച്ചില്ലല്ലോ. ഇത് രണ്ടും 60 ആണെങ്കിൽ ഇത്രയും നമ്മൾ പഠിച്ചു, 60 ആണ്. പഠിച്ചില്ലേ നമ്മൾ?
ഒരു വൃത്തത്തിനുള്ളൊരു ത്രികോണം. എങ്ങനെയാണ് ഇതാ ഇങ്ങനെ ഒരു ത്രികോണം ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിന് മൂന്നിനും ടാൻജൻസ് വരയ്ക്കുന്നു. ടാൻജൻസ് വരയ്ക്കുമ്പോൾ ആദ്യം ഇതാ ഇവിടെ വരയ്ക്കാം. ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു. ഓക്കെ ഓക്കെ ഇങ്ങനെയായി. ഇനി നോക്കാം, ഇത് രണ്ടും 60 ആണെങ്കിൽ ഇതെത്രയാ? 60 ആയിരിക്കും. പഠിച്ചു. ഇത് 60 ആണെങ്കിൽ ഈ കോഡിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന രണ്ട് കോണും 60 ഡിഗ്രി ആയിരിക്കും. സോ അതുപോലെ നമുക്ക് എന്തറിയാം? ഇത് രണ്ടും 55ആണെന്നറിയാം. ഇത് രണ്ടും 55. ശരിയല്ലേ? ഇത് രണ്ടും 55ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതല്ലേ? ഇത് 55. അതിൽ ഇത് രണ്ടും 65ആണെന്ന് കണ്ടുപിടിച്ചു. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ കോൺ 65. ഓക്കെ ആയോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? PRQ എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി. ഓക്കെ, അടുത്ത എന്താ വേണ്ടത്? ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR, ത്രികോണം PQR അല്ലേ? അപ്പോൾ PQR നമ്മളിപ്പോൾ എല്ലാം കണ്ടുപിടിച്ചില്ലേ? എന്തൊക്കെയാണ്? ആംഗിൾ PRQ എത്രയാ? 60 അല്ലേ? ഇതായിരുന്നു നമ്മുടെ P, ഇതായിരുന്നു നമ്മുടെ R, ഇതാണ് നമ്മുടെ Q. അതുപോലെ PQR എത്രയാ? 55. അതുപോലെ ആംഗിൾ RPQ എത്രയാത്? 65 ഡിഗ്രി. ഓക്കെ ആയില്ലേ? 37ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. സർക്കിളിൽ നമുക്ക് രണ്ട് ലൈൻസ് ഇത് അങ്ങനെ തന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ PC, ഇത് DAB, ഇത് 7, ഇത് 5, ഇത് 4 ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് PDയുടെ നീളം കാണണം. ബി ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ദ ലെങ്ത് ഓഫ് PAനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ PA = X, ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PB? അങ്ങനെയാണെങ്കിൽ PBയുടെ നീളം എന്തായിരിക്കും? സി ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് X, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PA. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടുപിടിക്കണം ഇൻ X. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ X വെച്ചിട്ട് ഒരു രണ്ടാം കൃതി സമവാക്യം നിർമ്മിക്കുക. എന്നിട്ട് PAയുടെ നീളം കാണാം. രണ്ടാം കൃതി സമവാക്യം. ഓക്കെ, രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? PAയുടെ നീളം കണ്ടുപിടിക്കണം. ഓക്കെ, PA കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. PA × PB അല്ലേ? PC × PD. PA × PB = PC × PD നമുക്കറിയാം. PA നമുക്കറിയില്ല. PA നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. PB നമുക്ക് എന്ത് കിട്ടും? AB എന്ന് പറഞ്ഞാൽ 4 ആണ്. AB എന്ന് പറഞ്ഞാൽ 4. നമുക്ക് PA എക്സ് ആയിട്ട് എടുത്താൽ മൊത്തം നീളം എന്തായി? 4 + X. ഓക്കെ, X × 4 + X. PC എത്രയാണ്? 5 ആണ്. PD എത്രയാണ്? CD ആണ് 7. അപ്പോൾ PD എന്ത് കിട്ടും? 5 + 7 12. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? X × 4 + X = 12 × 5 60. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. X × 4 4x + X × X x² = 60. ഓക്കെ, അപ്പോൾ നമുക്ക് x² ആദ്യം എഴുതാം, +4x എഴുതാം. അതിനുശേഷം ഈ 60ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. പല രീതിയിൽ ഇതിനെ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ് പഠിച്ചിട്ടുള്ളതുപോലെ സമ്മും പ്രൊഡക്റ്റും വെച്ചിട്ട് തുകയും ഗുണനഫലം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ ചെയ്യാം? ഞാൻ -16 കൂടെ എടുക്കുകയാണ്. അപ്പോൾ -16 കിട്ടും. x² + 4x - 60 = 0. അപ്പോൾ നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് തമ്മിൽ സം ചെയ്യുമ്പോൾ 4 കിട്ടണം, ഇൻറ്റു ചെയ്യുമ്പോൾ 60 കിട്ടണം. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? അപ്പോൾ നമുക്കറിയാം 10 × 6 ചെയ്താൽ 60 കിട്ടും. 10 - 6 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും അല്ലേ? അപ്പം 10 × 6 ആണ് 60 എന്ന് നമുക്കറിയാം. അതുപോലെ 10 - 6 ആണ് 4 എന്ന് പറയും. ഓക്കെ അല്ലേ? നമുക്കിവിടെ -60 ആണ് വേണ്ടത്. സോ നമുക്കിവിടെ -6 കൊടുക്കും. ഇപ്പോൾ ശരിയായി. ഇവിടെ എക്സിന് 6ന് പകരം ഇതിങ്ങനെ എഴുതിയാൽ ശരിയായില്ലേ? 10 × -6 -60. 10 + -6 +4. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്ത് കിട്ടും? x + 10 × x - 6 നമ്മൾ പഠിച്ചാട്ടോ അതൊക്കെ = 0. സോ എക്സിന് 2 വാല്യൂസ് ആണ്. -10ഉം വരാം, എക്സിന് 6ഉം വരാം. നമുക്ക് നീളം ആയതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് വരില്ല. സോ നമുക്ക് എക്സ് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ PAയുടെ നീളം എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ രണ്ടാം കൃതി സമവാക്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. അത് കിട്ടി. അതുപോലെ PAയുടെ നീളം x നമ്മൾ കണ്ടുപിടിച്ചു, 6 എന്ന് കിട്ടി. അപ്പോൾ PA എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, അതായത് 6 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ PBയുടെ നീളം എഴുതാമല്ലോ. PB എന്ന് പറഞ്ഞാൽ ഇത് 6, ഇത് 4 ആണെങ്കിൽ മുഴുവൻ എത്രയാ? 10 എന്ന് കിട്ടും. ഓക്കെ ഇല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ PAx ആവുകയാണെങ്കിൽ PB എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ 10 എന്നല്ല എഴുതേണ്ടത്. PAx ആകുന്ന സമയത്ത് നമ്മൾ PB എന്താ എടുത്തത്? x + 4. അപ്പം അങ്ങനെ എഴുതുക കേട്ടോ. ലാസ്റ്റ് PB x കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് 10 കിട്ടുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 44ാമത്തെ ചോദ്യം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ.
44th ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നമുക്ക് നോക്കാം. അതായത് ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് ഡയമീറ്റർ. എ ബി വ്യാസമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ വ്യാസമാണ് എ ബി എന്ന് വിചാരിക്കുക. ഓക്കെ, ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ഇ. ഇ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഉറപ്പായിട്ടും അത് എവിടെയായിരിക്കും? സർക്കിളിലായിരിക്കും. വരച്ച് നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി. സോ അത് സർക്കിളിലായിരിക്കും, വൃത്തത്തിലായിരിക്കും, ഓൺ ദ സർക്കിൾ. ഇനി റൈറ്റ് ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ് സി ആൻഡ് ഡി വിത്ത് റെസ്പെക്ട് ടു ദിസ് സർക്കിൾ. സി ആൻഡ് ഡി എവിടെയായിരിക്കും? സി എന്ന് പറയുന്നത് ലെസ് ദാൻ 90, 90-നേക്കാളും കുറവായതുകൊണ്ട് എന്തായാലും പുറത്തായിരിക്കും അല്ലേ? സി ഇവിടെ ആയിരിക്കും. അതുപോലെ 130 ഡി എന്ന് പറയുന്നത് ഉള്ളിലായിരിക്കും. കാരണം ഗ്രേറ്റർ ദാൻ 90, 90 ഡിഗ്രിയൊക്കെ കൂടുതലാണെങ്കിൽ ഉള്ളിലായിരിക്കും. നോക്കൂ, 2 മാർക്കാണ് ആ ചോദ്യത്തിന്. വെറുതെ ഉത്തരം എഴുതാനേ ഉള്ളൂ, ഒന്നും ആലോചിക്കാനില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ എ സർക്കിൾ ത്രൂ ദ 4 പോയിന്റ്സ് എ ബി സി ഡി ആൻഡ് എ ബി സി ഡി വൈ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ എ സർക്കിൾ. അതായത് ഈ 4 പോയിന്റ്സിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എ ബി സി ഡി അല്ലേ, എ ബി സി ഡിയെ പറ്റി, അല്ലെങ്കിൽ എ സി ബി ഡി എന്ന് എടുക്കാം. നമുക്ക് എ സി ബി ഡി. ഓക്കെ, ഇത് പറ്റുമെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ട് വരുന്നത് ഡിയും സിയും അതുപോലെ എയും ബിയും ആണ്. ഇവിടെ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എത്ര കിട്ടും? 50 + 130 എത്ര കിട്ടും? 180 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180. ചക്രീയ ചതുർഭുജമാണെങ്കിൽ അതിൻ്റെ എതിർക്കോണുകളുടെ തുക 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സിയും ഡിയും പ്ലസ് ചെയ്താൽ 180 കിട്ടുമെങ്കിൽ ഇത് രണ്ടും എവിടെ നമുക്ക് വരുത്താൻ പറ്റും? ഒരു സർക്കിളിൽ പോയിന്റ്സ് ആയിട്ട് വരുത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ എ ബി എന്ന് പറയുന്നത് എന്താകില്ല? അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കില്ല. ക്ലിയർ ആയോ? അപ്പോൾ വരയ്ക്കാൻ സാധിക്കും. റീസൺ ഇതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം, എതിർക്കോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കത് വൃത്തത്തിലൂടെ കടന്നു പോകുന്ന രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഒരു 46, 48 മാർക്കോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഈ 2 എണ്ണം. വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഫിഗേഴ്സ് എല്ലാം നിർബന്ധമായിട്ടും വരച്ച് നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ വരച്ചിട്ടുള്ള ഫിഗേഴ്സ് ആയതുകൊണ്ടാണ് വീണ്ടും വരച്ച സമയം കളയാത്തത്. നല്ല രീതിയിൽ പഠിക്കാം. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.